ഇനി വയനാട്ടിലേക്കാണ്. അവിടെ ചുരത്തിൽ അപകടാവസ്ഥയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഇന്നു മുതൽ മുറിച്ചു മാറ്റും. വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ മുറിച്ചുമാറ്റം. രാവിലെ 9 മണി മുതലാകും പ്രവർത്തികൾ നടക്കുക. BH രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രഞ്ജിത്ത്, വാഹന ഗതാഗതമൊക്കെ അപ്പോൾ ഭാഗികമായി തടസ്സപ്പെട്ടേക്കും അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വാഹന ഗതാഗതം തടസ്സപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണുണ്ടാവുന്ന അപകടങ്ങളൊക്കെ ഇതിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീഴാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാറിന് മുകളിലേക്ക് ഒരു മരം വീണ് ദീർഘനേരം അവിടെ ട്രാഫിക് തടസ്സപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ സഹായത്തോടു കൂടി പൂർണ്ണമായും അവിടെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാനുള്ള നീക്കമുണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസത്തെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാവാതിരിക്കാനും അപകടം ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ സഹായത്തോടു കൂടി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വനമേഖലയായതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ സഹായമില്ലാതെ അവിടെ മരം മുറിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ കാലതാമസം ഉണ്ടായത്. ഏതായാലും റോഡിൽ അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മൂലം നേരത്തെ അവിടെ കുറച്ച് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ മരം മുറിച്ചു മാറ്റുന്നത് മൂലം ഒരല്പനേരം ഗതാഗത തടസ്സമുണ്ടാവും. 1ാമത്തെ ചുരം മുതൽ 9ാമത്തെ ചുരം വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ അപകട ഭീഷണിയുള്ള മരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുമെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ശരി, എന്തായാലും രാവിലെ 9 മണി മുതലാകും മരം മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ ആരംഭിക്കുക. ഒപ്പം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്.